ാണ് ചേരുന്നത് ആദ്യ പ്രേക്ഷകനായി. ശ്രീ ദിവാകരൻ, നമ്മൾ അത്യന്തം കൗതുകകരമായ ഒരു വാർത്തയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടുകാരുടെ സ്വകാര്യ വിശ്വാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് അവരുടെ പിതാവിന്റെ മൃതദേഹം ഏതു തരത്തിൽ സംസ്കരിക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ അത് വെച്ച് ചില മുതലെടുപ്പ് നടത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ? സാറേ ഉണ്ട്, കട്ടായിപ്പോണ്ട് സാറേ. ഞാൻ കുറേ വിളിച്ചിട്ട് കിട്ടാം. അത് കുറച്ചു നേരം അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി കാണിക്കാൻ വേണ്ടി നമ്മൾ അവിടെ തത്സമയം അവിടെ ചടങ്ങുകൾ നടക്കുകയാണ്. അത് കൂടി കാണിക്കാൻ വേണ്ടി നമ്മൾ സമയമെടുത്താണ്. പറഞ്ഞോളൂ. സാറിനെ കൊറിയയിലെ കാണാതെ ഇല്ല, ഞാൻ ഉണ്ടായിരുന്നു. താങ്കൾ സ്ഥിരമായി കാണുന്നില്ല എന്നുള്ളതാണ്. ഇടയ്ക്ക് എല്ലാ ദിവസവും കാണണം. നല്ലത് തന്നെയാ. ശരി, അവതരിപ്പിക്കുന്ന ബോട്ടാർ സൈന്ന് സാറേ. ഞാൻ പറഞ്ഞാൽ ഇവര് ഈ തട്ടിപ്പാക്കിയിട്ട് ഇപ്പൊ ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ ദൈവമാവുക, എന്നിട്ട് ആളെ വിഡ്ഢികളെ കുറെ വിഡ്ഢികള് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പ്യ കൊണ്ടുകൊടുക്കുക, എന്നിട്ട് അതിന് മുതലെടുക്കേണ്ടിട്ട് ഇപ്പൊ തന്നെ കോടതിന്റെ ഇതിലായില്ല. ഇനിയും കുറെ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളുടെ റിസൾട്ട് വരുന്നതിന് മുമ്പിൽ പിന്നെയും തുടങ്ങി ഇതും അതിന് കുറെ പെരാട്ടം, കുറെ ആൾക്കാരും കുറെ ഞാനൊരു 73 വയസ്സെത്തിയ ആളാണ്. എനിക്ക് ഇവരെ തട്ടിട്ട് കുറെ പൈസ ആളിനെ പറ്റിച്ചിട്ട് ഇതല്ല ഓരോരുത്തർ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീ ദാസൻ, ഇങ്ങനെയൊക്കെ താങ്കളുടെ കുറെ കൂടി പ്രായമുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് ഇങ്ങനെയുള്ള മുൻകാലങ്ങളിലൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇത്തരം സംഭവങ്ങളൊക്കെ? ഇല്ല കിരൺ ബാബു, എനിക്ക് പേടിയാവുക ഈ നാട്ടിൽ ജീവിക്കാൻ. ഇതെന്തൊക്കെയാണ് നടക്കുന്നത്? ഈ 2025 ഈ സംഭവം എന്ന് പറഞ്ഞു. ഇത് ഈ ആന്തരിക അവയവത്തിന്റെ പരിശോധന റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആരൊക്കെ ജയിലിൽ പോകുന്നു പറയാൻ പറ്റൂല. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലൊക്കെ നമ്മളെ ഈ കേരളത്തിൽ ഈ ഹിന്ദു എന്ന് പറയുമ്പോൾ ഞാനൊരു ഹിന്ദുവാ. ഹിന്ദു സന്യാസിമാരാണ് ഈ എന്ത് ഓം ശിവായ ആ സ്ത്രീ അന്ന് ആ ഭാര്യ അവരന്ന് കളിച്ച കളി എന്തായിരുന്നു? പിറ്റേന്ന് കോടതിന്റെ ഓർഡർ വന്നപ്പോ അവർ കളിച്ച കളി എന്താണ്? ഇതൊക്കെ ഒരു ശുദ്ധ തട്ടിപ്പാണ്. ഇവരൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ പോലത്തെ കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഈ ആന്തരിക ഫലത്തിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉള്ളിൽ പോകും. എന്തൊരു നാടായിട്ട് പേടിയാണ് നമുക്ക് ജീവിക്കാൻ നാട്ടില്. നമുക്ക് അങ്ങനെ ഇപ്പോൾ ആന്തരിക ഫലത്തിന്റെ ഫലം വരാതെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഉള്ളിൽ പോകുമോ ഇല്ലയോ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഒന്നും പറയില്ല. നമുക്കുടെ വിഷയം അതല്ല, അത് മറ്റൊരു വിഷയമാണ്. ഇത്തരം വിഷയങ്ങൾ ഇതിലൊക്കെ ഒരാളുടെ സ്വകാര്യമായ വിഷയമാണ്, അവരുടെ പിതാവിനെ എങ്ങനെ സംസ്കരിക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ അത് വെച്ചിട്ട് വലിയ തരത്തിലുള്ള മുതലെടുപ്പും അതിനെ വെച്ച് മറ്റു തരത്തിലേക്കൊക്കെ മാറ്റുന്ന വിഷയങ്ങൾ ഉള്ളത് കൂടി വന്നതുകൊണ്ടാണ് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുന്നത്. ശ്രീ ഗിരിധരനാണ് ചേരുന്നത്. ശ്രീ ഗിരിധരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാർ, ഈ മൃതശരീരത്തോടു കൂടി നമ്മള് ആദരവ് കാണിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അതെ, ഇപ്പൊ ഈ മൃതശരീരത്തിൽ രണ്ടാമതും കൊണ്ടുവന്ന് ഇങ്ങനെ കാലൊക്കെ മടക്കി വെക്കുന്നത് നിയമപരമായി അത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാർ എന്താണ് നിയമത്തിന് മുന്നിൽ അങ്ങനെ ഒരു കാല് മടക്കി വെക്കുന്നതോ കാല് നൂത്ത് വെക്കുന്നതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസവുമായിട്ടോ അതൊക്കെ ബന്ധപ്പെട്ടോ അതൊന്നും ഒരു വലിയ വിഷയമല്ല. അപ്പം ഒരാൾക്ക് എങ്ങനെ വെക്കണം എന്നുള്ളത്. പക്ഷെ ഈ മുതലെടുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലും ഈ മുതലെടുപ്പുണ്ട്. ഹിന്ദു ആയാലും അതുണ്ട്, അത് ശരിയാണ്. അങ്ങനെ മുതലെടുപ്പുകാർക്ക് പ്രത്യേകിച്ച് മതമൊന്നുമില്ല, അവർക്ക് ഒറ്റ മതമേ ഉള്ളൂ. ഏത് മതമായാലും മുതലെടുപ്പാണ് അവരുടെ മതം. മതം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 ദിവസത്തേക്ക് മുമ്പേ ഈ 2 മക്കളും അമ്മയും മരുമകളും അല്ലാതെ ഒരുത്തര പരിസരത്ത് ഞാൻ കണ്ടിട്ടില്ല ടിവിയിൽ കൂടെ. ഇന്ന് വന്നപ്പം ഭയങ്കര ജനക്കൂട്ടാണ്. അപ്പൊ ജനത്തിന്റെ ആ മനസ്സ് എത്രത്തോളം മാറിപ്പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ശ്രീ ഗിരിധരൻ, അത് എല്ലാവരും വരുന്നതൊന്നും വിശ്വാസത്തിന്റെ പുറത്ത് വരുന്ന ആളുകളൊന്നും മാത്രമല്ല. അത് ഇത്തരം ഒരു കാര്യം കൗതുകമായി നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെ ഒരു സമാധി ഇത് വഹിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ മനുഷ്യരും നോക്കില്ലേ? എല്ലാ മനുഷ്യരും കൗതുകത്തോടെ അതിന് കാത്തു നിന്ന് കാണില്ലേ? കൗതുകത്തോടു കൂടി കാത്തു നിൽക്കുകയാണെങ്കിലും പിന്നെ അന്നൊന്നും കാണാത്ത ഈ സ്വാമിമാരുണ്ടല്ലോ, ഇപ്പൊ ചെങ്കൽ സ്വാമി അങ്ങനെയൊക്കെ പറയുന്നത് ഞാനിന്ന് കേട്ടു. ഈ സ്വാമിമാര് എല്ലാവരും വന്ന് വളരെ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അരുണാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. ശ്രീ അരുൺ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു സാധാരണഗതിയിൽ കേരളീയ സമൂഹത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ സമാധി സംബന്ധിച്ച് ഇത്തരം ഒരു വാർത്ത എന്തായാലും സമീപകാലത്ത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ചിലരുടെ മുതലെടുപ്പ് ഇതിന് പിന്നിലുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് സാറേ, ഇതൊരു മുതലെടുപ്പായിട്ട് എനിക്കും തോന്നിയിട്ടില്ല. കാരണം ഒരു സമൂഹത്തിന് ഇതുപോലുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടപ്പോൾ അവരത് എതിർപ്പ് പ്രകടിപ്പിച്ചു. സ്വാഭാവികമായിട്ടും എന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തെ കാണാതിരിക്കുന്ന സമയത്ത് അവരുടെ സുഹൃത്തുക്കളായ ആളുകൾ അതിനെക്കുറിച്ചൊരു അവരെ അറിയുന്ന ആളുകളോടൊരു കംപ്ലൈന്റ് പറഞ്ഞു. അത് സത്യം തന്നെയാണ്. പക്ഷെ വീട്ടിൽ അവരുടെ കുടുംബത്തിൽ അവരെടുത്ത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അച്ഛൻ മരിച്ച സമയത്ത് എന്നോട് എന്റെ അച്ഛൻ പറയാണ്, ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് എന്റേതായ കുറച്ച് എന്റെ ഒരു
എന്റെ അന്ത്യാഭിലാഷം ഉണ്ട് എന്ന് എന്റെ മക്കളോട്, എന്റെ അച്ഛൻ എന്നോടും എന്റെ അത് ഏട്ടനോടും സ്വാഭാവികമായും അങ്ങനെ ചെയ്യാം. ഓരോരുത്തരും നമ്മൾ അക്കാര്യത്തിൽ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്. വ്യക്തികളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ എന്നെ ഇന്ന രീതിയിൽ സംസ്കരിക്കണമെന്ന് ഒരാൾ പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. അതല്ലല്ലോ ഇവിടെ വിഷയം. ഈ സമാധി വെച്ച് അതിനെ മറ്റു തരത്തിലേക്ക് കൊണ്ടുവന്ന് വലിയൊരു വിഷയമാക്കാം. അതൊരു വ്യക്തിയുടെ സ്വകാര്യ വിഷയമായി മാറേണ്ടതാണ്. സംസാരിച്ചല്ലോ, അതോടെ തീരുമാനം വന്ന സമയത്ത് നമ്മുടെ നിയമം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ? അതെ, നിയമം ചെയ്തു. നിയമം അതിന് വേണ്ടിയിട്ട് അത് ഗവൺമെന്റ് അതിന് വേണ്ട സാഹചര്യങ്ങൾക്ക് എടുത്ത് അത് അവര് അതിന് വേണ്ട. ശരി, ശ്രീ ഉമേഷ് കൂടി ചേർന്നുണ്ട് പാലയിൽ നിന്ന്. ശ്രീ ഉമേഷ്, താങ്കളൊക്കെ സ്ഥിരമായി ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊരു പുതിയ വിഷയം കൂടിയാണ്, ഈ സമാധിയുമായി ബന്ധപ്പെട്ടത്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഇടപെടാറുള്ളത്, അതായത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും അതായത് 5-6 പേരിൽ ഒതുങ്ങിയ ഒരു സംഭവമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ചാനലുകാരും കൂടി വളരെ പ്രശസ്തമായിട്ട് അവർ ഇത്ര ഉള്ളൊരു പരിപാടിയിലോട്ട് ആൾ എത്തിച്ചു കൊടുത്തിട്ട് വളരെ നന്ദിയുണ്ട്. ഒരു ഹിന്ദു എന്ന നിലയിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഹിന്ദുക്കളെ ഇപ്പൊ ഇവിടെ ഇതടക്കം സംഭവമില്ല. ഇതിപ്പം നിയമപരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി രാസപരിശോധന വരെയുള്ളൂ. ഇതുവരെയുള്ള സംഭവത്തിൽ ഒരു കുഴപ്പമുണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ല. ഇനിയെങ്കിലും ഉള്ള സംഭവം അവരുടെ ഇഷ്ടത്തിൽ നടത്തണമെന്ന്. ഇവിടുത്തെ എന്തിനാണ് ഈ തീവ്രവാദികളായ ആൾക്കാർക്ക് എന്തിനാ ഈ വെറുപ്പ് കാണിക്കുന്നത്? ഇവിടുത്തെ തീവ്രവാദമായ ഒരുത്ത ദാസൻ എന്ന് പറഞ്ഞ ഒറ്റ ഒരുത്തം വിളിച്ചു. അവന് ഹിന്ദു തീവ്രവാദിയാ, ഹിന്ദുക്കളിലുണ്ട് തീവ്രവാദി, അതിൽപ്പെട്ട ഒരുത്തനവൻ. ഇതെന്തിനാ ഉമേഷ് അങ്ങനെ ശ്രീദാസനൊക്കെ സ്ഥിരമായി എത്രയോ കാലമായി എത്രയോ വിഷയങ്ങൾ വിളിക്കുന്ന ആളാണ്. ദാസൻ അങ്ങനെ മോശപ്പെട്ട രീതിയിൽ ഏതെങ്കിലും ഒരു അഭിപ്രായം പറയുന്ന ഒരാളല്ല. മോശപ്പെട്ട രീതി അവനിപ്പോ പറഞ്ഞ അഭിപ്രായം പറഞ്ഞ അഭിപ്രായത്തിൽ അങ്ങനെ ഒരാളെ അവൻ എന്ന് പറഞ്ഞല്ലോ സംബോധന ചെയ്യേണ്ടത്. അത് നമ്മളൊരു ഒരു ശ്രീ ഉമേഷ്, അത് ശരിയല്ല. ഉമേഷ് വിളിക്കുന്ന ആൾ തന്നെയാണ്. അങ്ങനെയല്ലല്ലേ, താങ്കളുടെ പേര് മാറ്റിയാണ് വിളിക്കുന്നത് എനിക്കറിയില്ലല്ലോ. ഞാൻ അങ്ങനെ അത് അന്വേഷിക്കുന്നില്ല. അവൻ ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ഇല്ലാത്തതിന് അവൻ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഇപ്പൊ കേട്ടിട്ടുണ്ട്. ശ്രീ ഉമേഷ് അങ്ങനെ മോശപ്പെട്ട ഏതെങ്കിലും വാക്ക് ദാസൻ പറഞ്ഞിട്ടില്ല. അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികളുണ്ട്, അതിൽപ്പെട്ട ഒരുത്തനാന്ന്. താങ്കൾ അങ്ങനെ പറയുന്നതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അത് താങ്കൾ പറയുന്നത് മാന്യമായ ഒരു പ്രതികരണമല്ല. ആവശ്യമില്ലാത്ത വർത്താനം പറയാൻ വന്നാൽ തിരിച്ചു പറയും ദാസനല്ല, ദാസന്റെ അപ്പന്റെ അപ്പനാന്ന് പറഞ്ഞാലും പറയും. അത് ശ്രീ ഉമേഷ്, എനിക്ക് മറ്റൊന്നുകൂടി താങ്കളോട് പറയാനുണ്ട്. ഒരാളുടെ അപ്പന്റെ അപ്പന് വിളിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അത് ശുദ്ധമായ വിവരക്കേടാണ്, ശുദ്ധമായ സാംസ്കാരിക ശൂന്യതയാണ്. അത് താങ്കൾ ചെയ്തത് തീരെ ശരിയല്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ശ്രീ ബാബു ആണ് പാലയിൽ നിന്നും വിളിക്കുന്നത്. ശ്രീ ബാബു, കേരളീയ സമൂഹത്തിൽ അങ്ങനെ അടുത്തിടയ്ക്കും കേട്ടിട്ടില്ലാത്ത ഒന്നാണ്. ഇതൊരു വീട്ടുകാരുടെ സ്വകാര്യ വിശ്വാസമോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അച്ഛൻ്റെ ആഗ്രഹമോ ഏതെങ്കിലുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമായി മാറേണ്ടതായിരുന്നു. അതിനെ ഒരു വലിയ വിഷയമാക്കി മാറ്റിയെടുത്ത് ചിലർ മുതലെടുപ്പ് നടത്തുകയാണോ? അല്ല, എനിക്കിത് പറയാനുള്ളത് മാധ്യമങ്ങളോടാണ്. മാധ്യമങ്ങൾ എന്തിനാ ഇത് പൊക്കിപ്പിടിക്കുന്നത്? നാട്ടിൽ കൗതുകരമായി ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ വാർത്ത കാണില്ല. ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്നില്ലോ. ഇല്ല, മാധ്യമങ്ങൾ ഈ ഹീനമായ പ്രവൃത്തിക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ്. ഇത് ഒരിക്കലും ശരിയല്ല. ഇതിനേക്കാൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതിപ്പോ ഇനിയിപ്പോ അവിടെ നാളെ ഒരു കാണിക്കപ്പെട്ടിയും വെക്കും, നേർച്ചയിടും, അങ്ങനെ ഒരു വരുമാനമാകും, മുതലെടുക്കും. അതൊക്കെ ഓരോ ആളുകളുടെ ഇഷ്ടമല്ലേ, നേർച്ചപ്പെട്ടി വെക്കുകയോ പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ലായിരുന്നു. എനിക്കതേ പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായത്തെ പൂർണ്ണമായും മാനിക്കുന്നു. പക്ഷേ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് കൗതുകരമായി ഇത്തരം വാർത്തകൾ കാണാൻ ഇപ്പോൾ ഇത് പോകുന്നതിന് കൂട്ടത്തിൽ 50 പേരിൽ താഴെയാണ് കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ കാണാൻ വഴിയരികിൽ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. അത് പലതരത്തിലുള്ള താല്പര്യങ്ങൾ കൊണ്ട് ആളുകൾ അങ്ങനെയൊക്കെ നിൽക്കും. ശ്രീ